സന്തോഷമാർഗം എന്ന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് വരുവാൻ നമുക്ക് അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചില മനുഷ്യരുണ്ട്, മറ്റുള്ളവരെ പറയുന്നതിനനുസരിച്ച് തുള്ളുന്നവരാ. അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അവർ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് അതിനനുസരിച്ച് ആടും. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമില്ലാത്തതോ ഉപകാരമില്ലാത്തതായ വഴിയിലൂടെ യാത്ര ചെയ്യും. വെറുതെ ഈ പരദോഷണം പറഞ്ഞ ആളുകളൊപ്പം പോയിരുന്ന് ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. ഇതൊന്നും ഇവർക്കോ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ല, പക്ഷേ ഇവരങ്ങനെ പ്രവർത്തിക്കുന്നു. എന്നാൽ നമ്മൾ അങ്ങനെ ഈ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവരുടെ കൂടെ കൂടുകയോ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യരുത്. കാരണം അത് സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ചെയ്യരുതാത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ചെയ്യരുതാത്ത കാര്യങ്ങളിൽ പെട്ടതാണെങ്കിൽ എന്താണ്, മറ്റു ദോഷം വിതയ്ക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുവാനുള്ളതായ പ്രേരണ കിട്ടുമ്പോൾ ആ പ്രേരണ പ്രകാരം നമ്മൾ മുന്നോട്ട് പോകരുത് എന്നും, മറ്റുള്ള ദോഷത്തെ ചിന്തിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ ഉൾപ്പെടരുതെന്നും, അപവാദങ്ങൾ പറഞ്ഞു വരുത്തുവാനായിട്ട് മറ്റുള്ള നിന്ദിക്കുവാൻ പരിഹസിക്കാനായിട്ട് കൂട്ടം കൂടിയിരിക്കുന്നവരുടെ കൂടെ നമ്മൾ കൂടരുത് എന്നുള്ളതായ വിലക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഈ മനുഷ്യൻ ഈ വിലക്കുകൾ ലംഘിക്കും. ചെയ്യരുതാത്തതും പറയരുതാത്തതും ഒക്കെ ചെയ്യുകയും പറയുകയും ചെയ്യും. അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ഉയർച്ച, നന്മകൾ, അനുഗ്രഹങ്ങൾ ഒരു നഷ്ടമാവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചിന്തകളെല്ലാം വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോഴേ ഉയർച്ച പ്രാപിക്കുവാനും നന്മ പ്രാപിക്കുവാനും അഭിവൃദ്ധി പ്രാപിക്കുവാനുമായിട്ട് തടസ്സമായിട്ടുള്ള നമ്മുടെ ജീവിത ചെയ്തികളെ തിരുത്തുക എന്നുള്ളതാണ്. ഈ സന്ദേശങ്ങളെല്ലാം തന്നെ നമുക്ക് ചിന്തിക്കുവാനും തിരുത്തൽ വരുത്തുവാനും ഉയർച്ച പ്രാപിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഏതാണ് എന്നിൽ നിന്ന് ഒഴിവാക്കേണ്ടത്, ഏതാണ് ഞാൻ ഇനിയും സ്വീകരിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ ഏതാണ് ചിന്തിച്ച് കണ്ടുപിടിച്ച് അപ്രകാരം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട്. ഒഴിവാക്കേണ്ട കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട്. അതിന് നമ്മൾ സമർപ്പിച്ച് ഒരു പുതിയ തീരുമാനത്തോടെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ. അപ്രകാരം അരുതാത്ത പ്രവർത്തികളെ, ദോഷപ്രവർത്തികളെല്ലാം ഒഴിവാക്കി നല്ല വ്യക്തികളായി സർവോപരി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം മുന്നോട്ട് പോകുന്ന വ്യക്തികളെ തരുവാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കുമ്പോഴാകട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.